എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ചേർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. വരുന്ന 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 5 ഫയലുകളാണ്. അതിലിഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് നമുക്ക് 1 എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. 1 എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികൾ താരതമ്യേന ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും. ദൈവിക കാര്യങ്ങളിൽ കൃത്യത പുലർത്തുന്നവരായിരിക്കും. എല്ലാ കാര്യത്തിലും ആചാരപ്രകാരം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലായിടത്തും ഒന്നാമതെത്താനും ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും കാര്യങ്ങൾ ആദ്യം ചെയ്ത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ശക്തിയിൽ അഗമമായി വിശ്വസിക്കുന്നവർ കൂടിയാണവർ. അവരൊരു ശക്തിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ആ ശക്തിയിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഒരാളെ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. വേറെ എത്ര പേരുടെ അടുത്ത് അവർക്ക് സ്നേഹം പ്രകടിപ്പിച്ചാലും അതിലൊന്നും ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല. ജീവിതത്തിൽ ഒരാളെ മാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരത് നിർവഹിക്കുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള വീഴ്ചയും അവർ കാണിക്കില്ല. എപ്പോഴും ഈശ്വര ചിന്തയിലും ഈശ്വരധർമ്മത്തിലും ഈശ്വരൻ്റെ കോപത്തിനിരയാകാതെ ഈശ്വര നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. ആരെയും അകമമഴിഞ്ഞ് വിശ്വസിക്കാത്തവരാണ്. സഹായിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ തന്നെ കൊണ്ട് കഴിഞ്ഞാൽ മാത്രം സഹായിക്കും. ഈശ്വര ചൈതന്യം ലഭിക്കുന്നതിനും ഈശ്വര പ്രീതിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിത ദൗത്യം പോലും ഇവർക്കില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു കാര്യം പോലും വച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഓരോ ദൗത്യവും ഇവർ കൃത്യമായി നിർവഹിച്ച് പൂർത്തിയാക്കും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് പൂർത്തിയാക്കാനുള്ളതിൽ ഇവരുടെ ലക്ഷ്യമാകും. ഒരിക്കലും ഒരു കാര്യവും പൂർത്തിയാക്കാതെ വീഴ്ച വരുത്തുന്ന സ്വഭാവം ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാൻ നല്ലതാണ്. ഇനി ഇവരുടെ പ്രണയ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇവരെപ്പോലെ കൃത്യതയുള്ള ആളായിരിക്കില്ല ഇവരുടെ ജീവിതത്തിൽ വരുന്നത്. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ടാവും. സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ഇവർ ചെയ്യുമ്പോൾ അവർ അത് താരതമ്യേന അതിന് വലിയ താല്പര്യം കൊടുക്കാതെ നിസ്സംഗത പാലിക്കുന്നവരായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ആ വൈരുദ്ധ്യം, സ്വഭാവത്തിലുള്ള ആ വൈരുദ്ധ്യം ഇരുവർക്കും ജീവിതത്തിൽ ഒരുപാട് തിരുത്തലുകൾ വരുത്തുന്നതിന് കാരണമാകും. ഏതായാലും പ്രണയ ജീവിതത്തിൽ ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് ഒരു പരാജയം ഉണ്ടാകില്ല. ആത്യന്തികമായി പരാജയം ഉണ്ടാവില്ല. മാത്രമല്ല, ആരെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പിരിക്കാൻ നോക്കിയാലും ചില തെറ്റിദ്ധാരണകളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ അവസാനം ഏറ്റവും നല്ല ഒരു എൻഡിങ് ഉണ്ടാവും. അതായത് ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം കളയാൻ ശ്രമിച്ചാലും ആത്യന്തികമായിട്ട് അത് വിജയിക്കില്ല. കാരണം നിങ്ങൾ ബേസിക്കലി ഈശ്വരൻ്റെ കൃപ ഉള്ളവരും ഈശ്വര കാര്യങ്ങളിൽ കൃത്യത കാണിക്കുന്നവരും ആയതുകൊണ്ട് ഈശ്വരൻ്റെ എപ്പോഴും ഒരു അനുഗ്രഹം നിങ്ങളിൽ കൃത്യമായിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഗുണവും നിങ്ങളിൽ കൃത്യമായിട്ട് ലഭിക്കുന്നതുമാണ്. നമുക്ക് രണ്ടാമത്തെ ഫയലായിട്ടുള്ള മഞ്ഞ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ, അതായത് 2 എന്ന നമ്പറുള്ള മഞ്ഞ എന്ന നിറത്തിലുള്ള വൃത്തം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് നോക്കാം. എവിടെയും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടാൻ താല്പര്യം കാണിക്കുന്നവരാണ്. എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തനിക്ക് പറ്റാവുന്നതാണെങ്കിലും ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കും. ചിലപ്പോൾ എല്ലാവരും ആകർഷിക്കുന്ന ഒന്ന് തിരഞ്ഞെടുക്കാതെ രണ്ടാമത്തേതുമായിട്ടുള്ള മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ അക്കം തിരഞ്ഞെടുത്തതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും അങ്ങനെയുള്ള കാര്യമുണ്ടാകും. കാരണം കഴിവുണ്ടായാലും പ്രാപ്തി ഉണ്ടായാലും ചിലപ്പോൾ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് വിട്ടുകളയുക. ആദ്യത്തേതിനോട് എപ്പോഴും വെറുപ്പ് ഇവർക്കുണ്ടാകും. അതിപ്പോൾ ഒരു വിവാഹ കാര്യമാണെങ്കിൽ ശരി, ഏറ്റവും ഇപ്പോൾ ഒരു പെണ്ണ് കാണൽ, ഈ വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അനവധി പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം. പ്രണയത്തിലും അങ്ങനെയാണ്. ആദ്യത്തെ പ്രണയം പരാജയപ്പെടും, പക്ഷെ രണ്ടാമത്തെ പ്രണയമായിരിക്കും വിജയിക്കുന്നത്. ഏതായാലും മറ്റുള്ളവർക്ക് മുമ്പിൽ തനിക്ക് ഒരു സ്ഥാനമുണ്ട്, തൻ്റെ ഒരു സ്ഥാനം കാണിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റണം, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണം, മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ അനുഭവിക്കേണ്ടി വരും. ജീവിതം തുടങ്ങുന്നത് ഒരു ദിക്കിലായിരിക്കും, പക്ഷേ
വലിയ വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് ജീവിതം മറ്റൊരു വ്യത്യസ്തമായ തലത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തെ വിജയത്തെയും തോൽവിയെയും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആത്യന്തികമായി വിജയം ഉണ്ടാകും. രണ്ട് ശക്തിയിൽ വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് രണ്ട് ഇഷ്ട ഈശ്വരന്മാരുണ്ടാകും, രണ്ട് ഇഷ്ട ശക്തികളുണ്ടാവും. രണ്ടു പേർ ഇവരെ ഒരുപോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇവർക്ക് രണ്ടുപേരോടും സ്നേഹമുണ്ട്, പക്ഷേ രണ്ടും വ്യത്യസ്തമായ സ്ഥാനങ്ങളാണ്. അതായത് ആ വ്യക്തികൾ രണ്ടും പ്രണയിക്കുന്നവരാണോ എന്നില്ല. ഒരാൾ പ്രണയിക്കുന്ന ആളാണെങ്കിൽ ഒരാൾ അമ്മ അച്ഛനോ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ള ആരൊക്കെങ്കിലും ഒക്കെ ആകാം. ഏതായാലും ജീവിതത്തിൽ എവിടെ നിന്നാലും ശ്രദ്ധിക്കപ്പെടുന്നവരും സ്വന്തം കഴിവുകൊണ്ട് എവിടെയും വിജയിക്കാൻ കഴിവുള്ളവരുമാണ്. കീർത്തി ഇഷ്ടപ്പെടുന്നു. ചില അവസരങ്ങളിൽ ഇവർക്ക് നല്ല ധാരണശക്തിയുള്ളവരാണ്. എന്ത് വിഷയങ്ങളും ഇവരുടെ മുമ്പിൽ നമുക്ക് ഒളിപ്പിക്കാൻ കഴിയില്ല. കൃത്യമായ ധാരണയോടെ ജീവിതത്തെ കൊണ്ടുപോകുന്നവരാണ്. ഇവരുടെ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നല്ല അവസരങ്ങളുണ്ടാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും അവരതെല്ലാം സോൾവ് ചെയ്ത് ജീവിക്കും. ഏതായാലും രണ്ടുപേരും, ഇവരിൽ പ്രണയിക്കുന്ന ആളും ഇവരും പരസ്പരം ഇഷ്ടപ്പെടുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്നേഹവും നന്മയും അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടായാലും അത് രണ്ടുപേർക്കും അതിൽ പങ്കുണ്ടാവും എന്നുള്ള കാര്യം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ 3 എന്ന അക്കമുള്ള ചുവന്ന വൃത്തത്തിലുള്ള ആ പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് നോക്കുന്നത്. ആദർശ ശുദ്ധിയുള്ള വ്യക്തികളാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാൽ അതിൽ അടിയുറച്ച അഹങ്കാരത്തോടെ സ്വല്പം തൻ പെരുമയോടെ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ ആദർശത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയും ചെയ്യും. ഇവർ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇവരിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ലഭിക്കും. കാരണം നിസ്വാർത്ഥ സേവനങ്ങൾ സ്വന്തം സ്ഥാപനത്തിനും സംഘടനകൾക്കും നൽകാൻ ഇവർ തയ്യാറാണ്. സ്വത്വത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ. ഇപ്പോൾ തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളി വർഗ ചിന്ത, മതവിശ്വാസിയാണെങ്കിൽ മതപരമായ പ്രത്യേക ചിന്ത, സമുദായിക വിശ്വാസമാണെങ്കിൽ ആ സമുദായത്തോടുള്ള പ്രത്യേക കൂറ്, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണെങ്കിൽ ആ സ്ഥാപനത്തോട് കൂറ്, കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോട് സ്നേഹവും കൂറും കാണിക്കുക. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയാണ് ഇവർക്കുള്ളത്. ആർക്കു മുമ്പിലും തലകുനിക്കില്ല. താൻ വിശ്വസിക്കുന്ന ആളുകൾ, താൻ സ്നേഹിക്കുന്ന ആളുകൾ, താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, ഇതിനോടൊക്കെ വല്ലാത്ത ആഭിമുഖ്യമുള്ളവരാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും താൻ വിശ്വസിക്കുന്ന നയങ്ങളും ആദർശങ്ങളും താൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും വേണ്ടി മരണം വരിക്കാനും വേണമെങ്കിൽ രക്തസാക്ഷിയാകാൻ വരെ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവരാരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ അവരെ വിട്ടു പോവുകയില്ല. സ്നേഹിക്കപ്പെടുന്നവർ വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിരിക്കും. കാരണം ഇവരെ ഒരിക്കലും നിങ്ങളെ ചതിച്ചോ വഞ്ചിച്ചോ ഒന്നും പോകില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിൽക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ ഏത് കഷ്ടപ്പാടും ഏത് അവസ്ഥയുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിജയിച്ചു പോരുന്നവരാണ്. അതിനുള്ള ആർജവമുള്ളവരാണ്. അഴകും കഴിവും ഉള്ളവരാണ്. ആളുകളെ ആകർഷിക്കപ്പെടും. കൂടാതെ കഴിവും സർഗ്ഗഭാവനയും ബുദ്ധിയും വൈഭവവും കൊണ്ട് മത്സര പരീക്ഷകളൊക്കെ വിജയിച്ച് ധാരാളം മേഖലകളിലേക്ക് ഉയരാൻ കഴിവുള്ളവരാണ്. പിന്നെ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ആളുകളാണ്. നിലനിൽപ്പിന് വേണ്ടി ഒരു നുണ പോലും പറയാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് സ്ത്രീപരമായ വിഷയങ്ങളിലൊക്കെ വളരെ മാന്യന്മാരായിട്ട് നമുക്ക് മാന്യവതികളായിട്ടൊക്കെ ഇവരെ കാണാൻ കഴിയും. അത്രത്തോളം മൂല്യമുള്ളവരാണ്. കൂടുതൽ വാക്കുകൾ പറഞ്ഞ ആളുകളെ സോപ്പിടുന്ന കാര്യത്തിൽ പിറകോട്ടാണ്. പക്ഷെ കുറഞ്ഞ് പറയുന്ന വാക്കുകൾക്ക് പോലും വലിയ മൂല്യമുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്നു. എല്ലാവരും ഇവരെ അധികാര കേന്ദ്രങ്ങളും അധികാര സ്ഥാനങ്ങളൊക്കെ നൽകും. അധികാര കേന്ദ്രങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും എത്തിപ്പെട്ടാലും ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടത്തും. ഇവരുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവരെല്ലാവരും പ്രണയിക്കും, ഇവരെല്ലാവരും ഇഷ്ടപ്പെടും. ഇവർ നോ പറയുന്നത് വരെ അവർ ഇവരെ സ്നേഹിക്കും. ഇവരുടെ പ്രണയങ്ങളെല്ലാം വലിയ വിജയമായിരിക്കും. കാരണം ഇവർ ആകർഷണമുള്ളവരാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഇവരെ ആകർഷിച്ച ആളുകൾ എപ്പോഴും വരും. ഇവരുടെ പ്രത്യേക ദേഷ്യക്കാരാണ്, മുൻകോപക്കാരാണ്. പക്ഷേ ആ ദേഷ്യവും മുൻകോപവും ഒക്കെ ഇഷ്ടമുള്ളവർ വന്നിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ വഞ്ചിക്കുകയൊന്നുമില്ല. ചിലപ്പോൾ ഇവർ നല്ല സുന്ദരന്മാരും സുന്ദരികളാണെങ്കിലും സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ സെലക്ട് ചെയ്തേക്കാം. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഇവരുടെ പ്രണയത്തിൻ്റെയും ഇവരുടെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഉദാത്തമായ അടിത്തറയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. നമുക്ക് നാലാമത്തെ പച്ച നിറത്തിൽ വൃത്താകൃതിയിലുള്ള ഫയൽ തിരഞ്ഞെടുത്തവർ റീഡിങ്ങിലേക്ക് പോകാം. സമാധാന സ്നേഹ
ഉള്ളവർ, സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവർ, അനുകമ്പയുള്ളവർ, കാരുണ്യമുള്ളവർ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ. ചിലപ്പോൾ നിഷ്കളങ്ക സ്വഭാവമുള്ളവരെന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കേണ്ടി വരും. കാരണം ആര് വന്ന് എന്ത് നുണ പറഞ്ഞാലും അത് അതുപോലെ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. ഒരിക്കലും വഴക്കിനും വക്കാണത്തിനും ഇല്ല. ഇവരുടെ സൗമ്യഭാവമാണ് മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സൗമ്യഭാവം ഉണ്ടായിരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, മണ്ണിനെ സ്നേഹിക്കുന്നവർ, മനുഷ്യനെ സ്നേഹിക്കുന്നവർ എന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കാം. മാത്രമല്ല ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ടൗണുകളെക്കാളും നഗരങ്ങളെക്കാളും പുരോഗതിയേക്കാളും ഇഷ്ടം സ്വച്ഛമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ ഇക്കോ ടൂറിസം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രകൃതിദത്തമായ സാഹചര്യങ്ങളാണ് ഇവർക്കിഷ്ടം. എപ്പോഴും പ്രകൃതിയിലേക്ക് മടങ്ങാനാണ് ഇവർക്കിഷ്ടം. വലിയ വലിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പാരമ്പര്യ രീതിയിൽ ജീവിച്ചു പോകുക, ആ പാരമ്പര്യ ജീവനമാണ് ഇവർക്കിഷ്ടം. കൃഷിയോടും കന്നുകാലി വളർത്തലോടും പ്രകൃതിയോടും പാരമ്പര്യ മൂല്യങ്ങളോടും പഴയ ആളുകളോടും പഴയ സംസ്കാരങ്ങളോടും പഴയ തനിമയോടൊക്കെ വളരെ ഇഷ്ടമുള്ളവരാണ്. ഇവരുടെ പ്രണയ ജീവിതത്തിൽ ഒരുപാട് വഞ്ചനകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ വിശ്വസിച്ച് സ്നേഹിച്ച് ഇവരിൽ നിന്നെല്ലാം കവർന്നെടുത്തുകൊണ്ട് ആളുകൾ ഇവരെ വഞ്ചിച്ച് പോകാൻ സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. എങ്കിലും നിഷ്കളങ്കത്വം ചൂഷണം ചെയ്യാനായിട്ട് ആളുകൾ വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഈശ്വരാധീനമുള്ളവരാണ്. ഈശ്വരൻ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നവരാണ്. കാരണം അത്രത്തോളം നല്ല മനുഷ്യരാണ്. ആരെയും വഞ്ചിക്കണമെന്നില്ല. കാപട്യമോ കപടമുഖമോ ഇല്ല. മനസ്സ് എന്ത് പറയുന്നുവോ അത് തന്നെ ശരീരവും പറയും. അല്ലാതെ മറച്ചു വെക്കലില്ല. അത്രത്തോളം നല്ല ആളുകളാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്യന്തികമായി സമാധാനവും സൗഖ്യവും നിങ്ങൾ ഉദ്ദേശിച്ച ആളെ ലഭിക്കുകയും ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചോ പറ്റിച്ചോ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് നല്ലതാകുന്ന ഒരു കാര്യവും ഈശ്വരൻ നിങ്ങൾക്ക് തടയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം അങ്ങനെ തടയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മോശമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അതിനോർത്ത് ദുഃഖിക്കാൻ പാടില്ല. കൃത്യമായി മുന്നോട്ട് പോവുക. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. നമുക്ക് അഞ്ചാമത്തെ പൈലായിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള 5 എന്ന് എഴുതിയ വൃത്താകൃതിയിലുള്ള പൈൽ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയാം. ജീവിതത്തിൽ സമ്മിശ്രഭാവം ഉള്ളവരാണ്. ജീവിതത്തിൽ ഒരേ സമയം കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ആളുകളെ ഭയപ്പെടുത്തുകയും കാര്യങ്ങൾ കാർക്കശ്യത്തോടെ ചെയ്യുകയും ആദർശശുദ്ധി കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. മാറുന്ന സാഹചര്യങ്ങളനുസരിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ജീവിതത്തെ ബാലൻസിങ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ജീവിതത്തിൻ്റെ അടിയും തൊഴിയും അല്ലെങ്കിൽ മാറ്റലും മറിച്ചിലുകളും കരണം മറിച്ചിലുകളും എല്ലാം പഠിച്ച ആളുകളാണ്. പ്രായോഗിക ബുദ്ധി വേണ്ടുവോളം ഉള്ളവരാണ്. ഏത് സാഹചര്യത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ അറിയാം. അതായത് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റിയ ജീവിത സാഹചര്യങ്ങൾ പഠിച്ചവരാണ്. ഒരേ സമയം ഒരു വിധേയനായി നിൽക്കാനും കാർക്കശ്യക്കാരനായിട്ട് കൃത്യമായ നിലപാടെടുത്ത് കോപത്തോടെ നിൽക്കാനും ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാകും. ജീവിതത്തിൽ ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാവും. പരീക്ഷണങ്ങളുടെയും കരണം മറിച്ചലുകളുടെയും കറങ്ങലുകളുടെയും തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും പുളഞ്ഞുമുള്ള ജീവിത ഗതികൾ ഇവർക്കുണ്ടാകും. അതായത് എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവർ തയ്യാറാണ്. ഇപ്പോൾ ബിസിനസ്സാണെങ്കിലും ജോലിയാണെങ്കിലും പ്രവാസ ജീവിതമാണെങ്കിലും സന്യാസമാണെങ്കിലും എന്താണെങ്കിലും ഇവർക്ക് കുടുംബജീവിതമാണെങ്കിലും എല്ലാം ഇവർക്ക് കഴിയും. നല്ല മനസ്സുള്ളവരാണ്. പക്ഷേ എല്ലാത്തിലും ഒരു സ്വാർത്ഥത ഇവർ സ്വീകരിക്കും. അതില്ലെന്ന് പറയാൻ കഴിയില്ല. ഇവർ ഒരാളെ സ്നേഹിച്ചാൽ അതിലൊരു കണ്ണ് ഇവർ വെക്കും. കാരണം ഒന്നില്ലെങ്കിൽ സൽപ്പേര് കിട്ടാൻ ഒരാളെ സഹായിച്ചാലും ചെയ്യും. ഒന്നുകിൽ ഞാൻ നല്ലതാണെന്നുള്ളൊരു പേര് കിട്ടണം, അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും നേട്ടം ഇവർക്ക് ലഭിക്കണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ 2 വശങ്ങളും പ്രായോഗികമാക്കുന്നവരാണ്. അല്ലാതെ മോശക്കാരാണെന്നൊന്നും നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. പിന്നെ കുടുംബത്തിന് ഇവർ വളരെ അധികം സഹായങ്ങൾ ചെയ്യും. കാരണം താഴ്ന്ന സാമ്പത്തികാവസ്ഥയിലുള്ള കുടുംബത്തെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ തയ്യാറാകും. ഈശ്വരവിശ്വാസം ഉണ്ട്. ഈശ്വരന് നൽകേണ്ടത് ഈശ്വരന് നൽകും. ബന്ധുമിത്രാദികൾക്കും മറ്റുള്ള ആളുകൾക്കും മനുഷ്യർക്കും നൽകേണ്ടത് അവർക്കും നൽകും. അങ്ങനെ ഒരു ജീവിതമാണ്. അല്ലാതെ പ്രകൃതിയെ സ്നേഹിക്കും, എന്നാൽ വികസനത്തെയും ഉൾക്കൊള്ളും, എല്ലാ തരം നന്മയെയും ഉൾക്കൊള്ളും. എന്നാൽ തൻ്റെ ജീവിതം ചോർന്നു പോകാതെ, തൻ്റെ ജീവിതം തകർന്നു പോകാതെയുള്ള പ്രായോഗിക ബുദ്ധിയും ഉപയോഗിക്കും. ഇവരുടെ പ്രണയം പലപ്പോഴും ഒരു ചോയ്സാണ്. അത് സാമ്പത്തികമായും മറ്റും സാമൂഹികമായും
കുടുംബപരമായും സൗകര്യപ്രദമായും ഒക്കെ ഉള്ള ഒരു ചോയ്സാണ്. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്ത് ചിലപ്പോൾ സമാന രീതിയിലുള്ള പോസ്റ്റിലുള്ള ആളെയൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചേക്കാം. ഇവർ പ്രണയിക്കുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് അന്വേഷിച്ച് അവരെങ്ങനെയുള്ളതാണ്, ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് ഗുണം കിട്ടുമോ എന്നൊക്കെ നോക്കി മാത്രമേ പ്രണയിക്കുകയുള്ളൂ. ആത്മാർത്ഥതയില്ലെന്നല്ല, എന്നിട്ട് അവർക്ക് വേണ്ടി ജീവിക്കും. ആത്മാർത്ഥതയൊക്കെ ഉണ്ട്, സമൂഹത്തിന് വേണ്ടി ജീവിക്കും. സ്വന്തം ബന്ധുമിത്രാദികൾ, അച്ഛൻ, അമ്മ, സ്വന്തക്കാർ, അവരോടൊക്കെ വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടി വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. ആരെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടിയും ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അല്ലാതെ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കില്ല. എല്ലാ കാര്യത്തിലും അഭിപ്രായമൊക്കെ അവരോടും ചോദിച്ച് അവരും പറയുന്നതനുസരിച്ച് മാത്രമേ ജീവിതത്തിൽ കൊണ്ടുവരികയുള്ളൂ. പ്രണയ ജീവിതത്തിൽ സാമാന്യം നല്ല ഒരു ജീവിതം അവർക്ക് ലഭിക്കും. കാരണം ഇവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം എല്ലാ വശങ്ങളും നോക്കി മാത്രമേ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അനുഗ്രഹിക്കും. അല്ലാതെ പ്രായോഗികമായ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.